ഹലോ, എൻ്റെ പേര് മെസ്ന. ഞാൻ കോഴിക്കോട് നിന്നാണ് വരുന്നത്. ഞാനിപ്പം DOPA റിപ്പീറ്റേഴ്സ് ബാച്ചിലാണ് പഠിക്കുന്നത്. ഇപ്പോൾ ഞാൻ വന്നിട്ട് 6th ജോയിൻ ചെയ്തു. ഇപ്പോൾ വന്നിട്ടൊരു 1 month ആണ്. ഇപ്പോൾ ഒരു ഗ്രാൻഡ് എക്സാം കഴിഞ്ഞിട്ടിരിക്കുകയാണ്. ഇവിടെ ഏറ്റവും എടുത്തു പറയേണ്ടതെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും ആഷിഖ് സാറിൻ്റെ ഡെയിലി മോർണിംഗ് മീറ്റിംഗ് തന്നെയാണ്. അത് ശരിക്കും നമുക്കൊരു റിലീഫ് വരുന്ന കാര്യമാണ്. എന്ത് ചെയ്യണം, എന്ത് ചെയ്യണ്ട, ഒരു കറക്റ്റ് പ്ലാൻ എപ്പോഴും സാറിൻ്റെ ഉണ്ടാവും. നമ്മൾ എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ മാർക്ക് ഡൗൺ ആണെങ്കിൽ പിറ്റേ ദിവസം സാറ് പറയല് ആ മാർക്ക് കുറഞ്ഞതിനെ പറ്റി ഇങ്ങനെ ഡൗൺ ആവരുത്, ഇങ്ങനെയൊക്കെയാണ് എന്നൊക്കെയാണ് പറയല്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എനർജി ഉണ്ട്, അത് വേറെ തന്നെയാണ്. ഞാനിപ്പം കഴിഞ്ഞ വർഷം ഇവിടെ തന്നെയാണ് പഠിച്ചത്, അതുകൊണ്ട് ഈ വർഷം ഇവിടെ തന്നെയാണ് പഠിച്ചത്. അപ്പോൾ ഒരു 2 വർഷത്തിൻ്റെ ഇടയിൽ ആഷിഖ് സാറ് ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഡോപ്പിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് പറഞ്ഞാൽ അവിടുത്തെ സിസ്റ്റമാറ്റിക് ആണ്. ഒരു ദിവസം എന്താ ചെയ്യേണ്ടതെന്നുള്ള കൃത്യമായിട്ടുള്ള ഡെയിലി ഷെഡ്യൂൾ ഉണ്ടാവും, അതേപോലെ വീക്ക്ലി ഷെഡ്യൂൾസ് ഉണ്ടാവും. ഇവിടെ നമ്മൾ ഡോപ്പ എന്ന് പറയുമ്പോൾ നോർമലി എക്സാം മാത്രമല്ല, നമുക്ക് നല്ലൊരു മെൻറ്റർഷിപ്പ് ഉണ്ട്. ഓവറോൾ നമുക്കൊരു സപ്പോർട്ടാണ്. നമുക്ക് എവിടെയെങ്കിലും ഒരു ഡൗൺ വരികയാണെങ്കിൽ അപ്പം തന്നെ നമ്മളെ കൊണ്ടുപോകാനും കാര്യങ്ങൾക്കൊക്കെ കോർഡിനേറ്റേഴ്സും മെൻറ്റേഴ്സും എല്ലാവരും നമ്മളെ കൂടെ ഉണ്ടാവും. ഭയങ്കര എഫക്റ്റീവാണ്. എനിക്ക് തോന്നുന്നില്ല വേറെ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇത്രയും അടിപൊളിയായിട്ട് ഭയങ്കര ഷെഡ്യൂൾഡായിട്ട് നമ്മളെ കൂടെ ആൾക്കാർ നിന്ന് ഭയങ്കര ഗൈഡഡ് ആയിട്ട് നമുക്കൊരു കാര്യം കൊണ്ടുപോകാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ദാറ്റ് സിമ്പിൾ. എല്ലാം ഒരു നല്ലൊരു പ്ലാൻഡ് ആയിട്ടാണ്. പിന്നെ ഒരു ഡേ ബാച്ചും നൈറ്റ് ബാച്ച് ഷിഫ്റ്റ് ഉണ്ട്. ഞാൻ നൈറ്റ് ബാച്ചാണ്. അപ്പോൾ നൈറ്റ് ബാച്ച് 1 മണി വരെ നിൽക്കണം രാത്രി, ആൻഡ് മോർണിംഗ് 8 o'clock വി ഹാവ് ടു ഗെറ്റ് അപ്പ്. അപ്പോൾ അതൊരു നല്ലൊരു റുട്ടീനായിട്ട് മാറുന്നുണ്ട്. നമുക്കിവിടെ ഒരു ചാപ്റ്റർ പഠിച്ച് കഴിയുമ്പോൾ തന്നെ 4 തരം എക്സാം ഇടും. PCT, വീക്ക്ലി, മന്ത്ലി എക്സാം, പിന്നെ റിവിഷൻ എക്സാം. അപ്പോൾ PCT നമ്മൾ വീഡിയോ ക്ലാസ് കണ്ടു കഴിയുമ്പോൾ ഇടും. അപ്പം തന്നെ നമുക്ക് ഏറെക്കുറെ ആ ചാപ്റ്ററിനെ കുറിച്ചൊരു ബേസിക് ഒരു ഐഡിയ കിട്ടും. അതിന് ശേഷം വീക്കിലി എക്സാം ഇടും. എല്ലാ ആഴ്ചയും 2 ദിവസം, മൺഡേയും ഫ്രൈഡേ ആഴ്ച ഞങ്ങൾക്ക് വീക്കിലി ടെസ്റ്റ് ഉണ്ടാവും. OMR കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് പേപ്പർ സബ്മിറ്റ് ചെയ്ത് റിസൾട്ട് നമ്മുടെ പേരൻസിനൊക്കെ അയച്ചു കൊടുക്കും. പിന്നെ അതിനുശേഷമാണ് ഗ്രാൻഡ് വരുന്നത്. ഗ്രാൻഡ് എന്ന് പറയുമ്പോൾ അതാത് മാസം കഴിഞ്ഞ ഒരു 12 to 15 ചാപ്റ്റേഴ്സ് ക്ലബ് ചെയ്തിട്ടാകും മന്ത്ലി ഗ്രാൻഡ് എക്സാം ഇടുക. അതൊരു 720 ഔട്ട് ഓഫ് മാർക്സിൽ തന്നെ 180 ക്വസ്റ്റ്യൻസ് വെച്ച് കറക്റ്റ് 3 hours ഉള്ള 2 to 5 PM എക്സാം വെക്കുന്നത്. അപ്പോൾ ഒരു 10-12 ചാപ്റ്റേഴ്സോളം നമുക്കിപ്പോൾ ഈ ഗ്രാൻഡ് എക്സാമിൽ കവർ ചെയ്തിട്ടുണ്ട്. കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാൻ പറ്റി. നല്ല യൂസ്ഫുൾ ആണ്. ക്വസ്റ്റ്യൻസ് ചെയ്യാൻ ഒരുപാട് ടൈംസ് കിട്ടുന്നുണ്ട്. പിന്നെ റിവിഷൻ എക്സാം പറയുമ്പോൾ പഴയ 2 മാസം മുമ്പത്തെ മുതലുള്ള എല്ലാ ചാപ്റ്റേഴ്സും കൂടെ ഒരുമിച്ചായിരിക്കും ഇടുക. അപ്പോൾ നമുക്ക് റിവൈസ് ചെയ്യാനും നമ്മുടെ നീറ്റ് എക്സാമിൻ്റെ തലേന്ന് വരെ അത് നമ്മളെ കുറേ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ക്ലാസ് ആണെങ്കിലും അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് റെക്കോർഡ് ക്ലാസ്സസ് കണ്ടിട്ട് ലൈവ് ക്ലാസ് സെക്ഷൻ കിട്ടുന്നത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ ഒരുപാട് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. എല്ലാം വളരെ ഷെഡ്യൂൾഡാണ്. നമുക്ക് ഒരു ഡൗട്ട്സോ കാര്യങ്ങളോ ഒന്നിനുമില്ല. അത് മെൻ്റൽ ഇഷ്യൂസ് ആണെങ്കിലും ഫിസിക്കൽ ആണെങ്കിലും ഏത് തരത്തിലാണെങ്കിലും നമുക്ക് ഇവിടെ ഗൈഡ് ചെയ്യാൻ അതിനേതായിട്ടുള്ള ആൾക്കാരുണ്ട്. കോർഡിനേറ്റേഴ്സ് ആണെങ്കിലും ഭയങ്കര സപ്പോർട്ടീവാണ്. എന്ത് കാര്യം പറഞ്ഞാലും അവർ നമ്മളെ കൺസിഡർ ചെയ്യും, അങ്ങനെയൊക്കെയാണ്. അതേപോലെ വാർഡൻസ് ആയാലും ആഷിഖ് സാറാണെങ്കിലും നിയാസ് സാറാണെങ്കിലും എല്ലാ രീതിക്കും നമ്മളെ ഗൈഡ് ചെയ്യാനും കാര്യങ്ങളൊക്കെ നമുക്ക് കൂടെ തന്നെ ഉണ്ടാവും. നമുക്ക് എന്തുണ്ടെങ്കിലും ടാബ്ലറ്റ് 24/7 നമുക്ക് ഇങ്ങനെ ഡൗട്ട് ക്ലിയർ ചെയ്യാനുള്ള ഒരു ഇതുണ്ട്. മെസ്സേജ് ചെയ്യാം, ഇൻഡിവിജ്വലായിട്ട് നമുക്ക് മെസ്സേജ് ചെയ്യാം. നമ്മളെ ഗൈഡ് ചെയ്യാൻ എല്ലായിടത്തും ആൾക്കാരുണ്ട്. പിന്നെ ഞങ്ങൾ ഇവിടുത്തെ മെറ്റീരിയലാണ് കോഡ് ബ്ലൂവിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കോഡ് ബ്ലൂവിൽ ഏറെക്കുറെ ഒരു ചാപ്റ്ററിൽ നിന്ന് 200+ അടുത്ത ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഭയങ്കര എഫക്റ്റീവായ ഒരു ബുക്കാണ്. ബിക്കോസ് ബേസിക് ക്വസ്റ്റ്യൻസും ഉണ്ടാവും, അതേപോലെ തന്നെ 3rd ലെവൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, നമ്മൾ ചിന്തിപ്പിക്കുന്ന കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അതേപോലെ ബേസിക് ലെവലും ഉണ്ടാവും. നമുക്ക് വേറെ റെഫർ ചെയ്യുന്ന അതിന് ടൈം വേസ്റ്റ് ആവില്ല. ഇത് വെച്ചിട്ട് നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റും. സ്കൂളിൽ നമുക്ക് എവിടെയാണ് നമ്മുടെ വീക്കസ്റ്റ് പോയിന്റ് ഏതാണ്, നമ്മൾ നന്നായി പഠിച്ച ടോപ്പിക് ഏതാണ്, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാനും നമ്മൾ എവിടെയാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചെയ്തതിന് പ്രാക്ടീസ് ചെയ്യേണ്ടതെന്നും നമുക്കതിൽ നിന്ന് തന്നെ മനസ്സിലാകും. പിന്നെ റെസിഡൻഷ്യൽ ആയതുകൊണ്ട് നല്ലോണം ടൈം മാനേജ്മെൻറ്റ് കിട്ടുന്നുണ്ട്. ഒരുപാട് ടൈം വേസ്റ്റ് ആവാത്ത പോലെ തോന്നുന്നുണ്ട്. ഒരുപാട് ടൈം ക്വസ്റ്റ്യൻസ് ചെയ്യാനും നമുക്ക് റിസൾട്ട് കിട്ടാനുള്ളതാണ് ബാക്കിയൊക്കെ വരുന്നത്. ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാനുള്ള സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടാബിൽ ക്വസ്റ്റ്യൻ ബാങ്ക് ഉണ്ട്. റെസിഡൻഷ്യൽ നിൽക്കുന്ന എല്ലാവർക്കും ലൈബ്രറി ഓഫർ ചെയ്യുന്നുണ്ട്. And morning we get up, we see the video, we study in that way, we do the code blue questions, which is moderate, easy and difficult. All the 3 types of questions are there. ഇവിടെ നമ്മൾ റെക്കോർഡഡ് ക്ലാസ് കണ്ടു കഴിയുമ്പോൾ നമുക്ക് വിത്തിൻ 2 days നമുക്ക് ലൈവായിട്ട് എൻ്റെ ഫാക്കൽറ്റീസ് വന്ന് ഇവിടെ ക്ലാസ് എടുത്ത് തരും. അപ്പോൾ നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് അവരോട് ചോദിക്കാം. After the breakfast we come to the class, and then we have a section of Ashraf sir. He takes for like 15 minutes, and it's very motivating when we listen to him. It is always like, it's just so relatable. That day we get up and he just comes up with a relatable speech. ആ ഒരു ചാപ്റ്ററിനെ കുറിച്ച് റഫായിട്ട് നമുക്ക് നല്ലൊരു ഐഡിയ ഇപ്പം തന്നെ നമ്മൾ ബിൽഡ് ചെയ്യും. And yeah, it's very effective. നമ്മളെ ക്യാമ്പസിനെ പറ്റി പറയുകയാണെങ്കിൽ അടിപൊളി ക്യാമ്പസാണ്. കാരണം ഇവിടെ നമ്മളാണ് ഫസ്റ്റ് ആയിട്ട് വന്നത്. നമുക്കിവിടെ 3 കോർഡിനേറ്റേഴ്സാണ്.
അവരാണെങ്കിലും ഭയങ്കര സപ്പോർട്ടാണ്. നമുക്ക് പേഴ്സണലി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും അവരോട് ധൈര്യമായിട്ട് പറയാം. പിന്നെ മെൻറ്റേഴ്സ് ആണെങ്കിലും മെഡിക്കോമെൻറ്റേഴ്സ് ആണ്. അതുകൊണ്ട് അവർ ആ പാത്തിൽ കൂടെ പോയതുകൊണ്ട് തന്നെ നമുക്ക് അവരോട് എന്തും ഡയറക്റ്റ്ലി ചോദിക്കാം. ഓവറോൾ ഇവിടെ വന്ന ഒരു കുട്ടിയും വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയതായിട്ടുള്ളൊരു ചരിത്രം പിന്നെ അവരുണ്ടായിട്ടില്ല. ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഐ വുഡ് ജസ്റ്റ് സേ ദാറ്റ് ദേ വിൽ ബി ദാറ്റ് ഫുൾ. ഇത്രയ്ക്കാണ് ഓവറോൾ. സോ താങ്ക് യു സോ മച്ച്.